നമസ്കാരം. ഗ്രീൻലാൻഡിനെ തൊട്ടാൽ അമേരിക്കയെ കാത്തിരിക്കുന്നത് യുദ്ധമായിരിക്കും. അതായത് ഗ്രീൻലാൻഡിനെ കീഴടക്കാനുള്ള ശ്രമം തുടർന്നാൽ യുദ്ധമായിരിക്കും ഫലം. അമേരിക്ക ശക്തരാണ് എന്നറിയാം. പക്ഷേ സ്വന്തം ഭൂമിയും അവിടുത്തെ ജനങ്ങളെയും സംരക്ഷിക്കേണ്ടത് തങ്ങളുടെ കടമയാണ്. അതുകൊണ്ട് തന്നെ യുദ്ധം അനിവാര്യമാണെങ്കിൽ അതിൽ നിന്നും പിന്നോട്ട് പോകില്ല. ദാവോസ് വേൾഡ് ഇക്കണോമിക്സ് ഫോറത്തിൽ ഗ്രീൻലാൻഡ് വിഷയത്തിൽ ലോക നേതാക്കളുമായി ചർച്ച നടത്തുമെന്ന ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയോട് പ്രതികരിക്കുകയായിരുന്നു ഡെൻമാർക്കിലെ MP റാസ്മുസ് ജാബർട്ട്. ഗ്രീൻലാൻഡിലേക്ക് ഡെൻമാർക്കിൽ നിന്ന് ആരും പോകാറില്ലെന്നും ഗ്രീൻലാൻഡിൽ ഉള്ളവർ നല്ലവരാണെന്നും അവരെ അമേരിക്ക ഏറ്റെടുക്കേണ്ടതുണ്ട് എന്നായിരുന്നു ഡൊണാൾഡ് ട്രംപ് വാഷിംഗ്ടണിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചത്. അതേസമയം ഗ്രീൻലാൻഡിനെ ഉപേക്ഷിക്കില്ല എന്ന് ഡെൻമാർക്ക് പ്രധാനമന്ത്രി മെറ്റ് ഫ്രെഡറിക്സനും വ്യക്തമാക്കിയിട്ടുണ്ട്. ആദ്യത്തെ തവണ അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ഘട്ടത്തിലും ഡൊണാൾഡ് ട്രംപ് ഗ്രീൻലാൻഡിനെ വാങ്ങാൻ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. അപ്പൊ അന്നേ ട്രംപിന്റെ കണ്ണ് ഗ്രീൻലാൻഡിന്മേൽ ഉണ്ടായിരുന്നു. 2019 അത്. എന്നാൽ ഗ്രീൻലാൻഡിനെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടില്ലായിരുന്നു എന്നാണ് ഡെൻമാർക്കിന്റെ മറുപടിയും. ഗ്രീൻലാൻഡിനു മേലുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദത്തിനെതിരെ ശക്തമായ താക്കീത് നൽകി യൂറോപ്യൻ പാർലമെന്റിലെ ഡാനിഷ് അംഗം ആൻഡേഴ്സ് വിൻസ്റ്റൺ ഇറങ്ങിപ്പോകൂ എന്ന അർത്ഥം വരുന്ന തരത്തിൽ ഒരു തെറിവാക്കാണ് അദ്ദേഹം ട്രംപിനെതിരെ പ്രയോഗിച്ചത്. യൂറോപ്യൻ പാർലമെന്റിലെ ഗ്രീൻലാൻഡിനെ കുറിച്ചുള്ള US പ്രസിഡന്റിന്റെ അവകാശവാദങ്ങളെ കുറിച്ചുള്ള ചർച്ചയ്ക്കിടെയായിരുന്നു വിൻസ്റ്റന്റെ പ്രതികരണം. ദേശീയ സുരക്ഷാ കാരണങ്ങളാൽ ഗ്രീൻലാൻഡ് അമേരിക്കയുടെ നിയന്ത്രണത്തിലാക്കണമെന്ന ട്രംപിന്റെ വാദം റഷ്യയുടെയും ചൈനയുടെയും സ്വാധീനം പ്രതിരോധിക്കാൻ ആർട്ടിക് ദ്വീപിൽ വാഷിംഗ്ടണിന് കൂടുതൽ നിയന്ത്രണം ആവശ്യമാണെന്നും ഇത്തരം നീക്കങ്ങളെ എതിർക്കുന്ന യൂറോപ്യൻ സഖ്യകക്ഷികൾക്കെതിരെ സാമ്പത്തിക സമ്മർദ്ദം ഉപയോഗിക്കുമെന്നുമാണ് ട്രംപിന്റെ നിലപാട്. ഡൊണാൾഡ് ട്രംപിന്റെ അഭിപ്രായങ്ങളെ പരമാധികാരത്തിനും പ്രാദേശിക സമഗ്രതയ്ക്കും എതിരായ വെല്ലുവിളി എന്നാണ് യൂറോപ്യൻ ഉദ്യോഗസ്ഥർ പരാമർശിച്ചത്. ദ്വീപ് വിൽപ്പനയ്ക്കില്ല എന്ന് ഡാനിഷും ഗ്രീൻലാൻഡ് നേതാക്കളും ആവർത്തിച്ചു വ്യക്തമാക്കുകയാണ്. ഡെൻമാർക്ക് രാജ്യത്തിനുള്ളിൽ സ്വയംഭരണ അധികാരമുള്ള ഒരു പ്രദേശമാണ് ഗ്രീൻലാൻഡ്. ഡൊണാൾഡ് ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലായ ട്രൂത്ത് സോഷ്യൽ അയൽ രാജ്യമായ കാനഡ, വെനിസുല, ഗ്രീൻലാൻഡ് എന്നിവ അമേരിക്കൻ പ്രദേശമായി ഉൾക്കൊള്ളുന്ന ഒരു ഭൂപടം പങ്കുവച്ചത് വിൻസിനെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. ഇത് AI നിർമ്മിത ചിത്രമാണെന്നാണ് വിലയിരുത്തൽ. യൂറോപ്യൻ നേതാക്കളായ ഫ്രാൻസിന്റെ ഇമ്മാനുവൽ മാക്രോൺ, UK-യിലെ കെയർ സ്റ്റാമർ, ഇറ്റലിയുടെ ജോർജിയ മെലോണിയ, യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലയൻ എന്നിവരുമായി ചർച്ച നടത്തുന്നതായി കാണിക്കുന്ന ഈ ചിത്രത്തിൽ ഈ ഭൂപടം പശ്ചാത്തലത്തിലുണ്ട്. ട്രൂത്ത് സോഷ്യൽ പങ്കുവച്ചിട്ടുള്ള വൈസ് പ്രസിഡന്റ് JD വാൻസും സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും എന്നിവർക്കൊപ്പം ഡൊണാൾഡ് ട്രംപ് ഗ്രീൻലാൻഡിലെ അമേരിക്ക പതാക നാട്ടുന്നതിനുള്ള AI ദൃശ്യവും വലിയ തോതിൽ പ്രചരിക്കുന്നുണ്ട്. ഇത് വലിയ വിവാദങ്ങൾക്ക് വഴിവെക്കുന്നുണ്ട്. എന്തായാലും ട്രംപിന്റെ മോഹം നടക്കില്ല എന്ന് ഏതാണ്ട് ഉറപ്പായിട്ട് പോലും നാണമില്ലാതെയാണ് വീണ്ടും ഒരു പുതിയ ഭൂപടത്തിൽ ഗ്രീൻലാൻഡിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. Mr. President, off.